നാളത്തെ സ്വർണ്ണവിലയെക്കുറിച്ച് പറയുന്നതിൻ്റെ മുമ്പ് ഇന്നത്തെ സ്വർണ്ണവിലയെക്കുറിച്ച് പറയാം. ഇന്ന് രാവിലെ സ്വർണ്ണവിലയിൽ ഒരു പവന് 320 രൂപയുടെ വർധനവ് ഉണ്ടായി. അങ്ങനെ 37,440 രൂപ ഒരു പവന് ആയി. ഇത് ഇന്ത്യൻ റിയൽ നേരത്തെ തന്നെ പറഞ്ഞതായിരുന്നു. ഇതുപോലെ വരാൻ പോകുന്ന ദിവസത്തെ സ്വർണ്ണവില അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പറയാനുള്ളത് നാളത്തെ സ്വർണ്ണവിലയെക്കുറിച്ചാണ്. സ്വർണ്ണവില ഇന്ന് പൊതുവെ ഒരു മന്ദഗതിയിലായിരുന്നു വിപണി പോയിരുന്നത്. സ്വർണ്ണവിലയുടെ വിപണി ഒരു മന്ദഗതിയിലായിരുന്നു പോയിരുന്നത്. വലിയ എടുത്തുചാട്ടങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്ക് ചില തകർച്ചകൾ ഉണ്ടായിരുന്നു എന്നല്ലാതെ വലിയ ഉയർച്ചകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നാളത്തെ സ്വർണ്ണവില നാളെ രാവിലെ കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. എങ്കിലും നമുക്ക് പറയാം, ഇന്ന് ഇതുവരെയുള്ള സമയപ്രകാരം അത് എങ്ങനെ എന്നുകൂടി ഞാൻ വിശദീകരിക്കുന്നുണ്ട്, അതുകൂടി കേൾക്കണം. ഇന്ന് ഇതുവരെയുള്ള സമയപ്രകാരം നാളെ കേരളത്തിൽ സ്വർണ്ണവിലയിൽ മാറ്റമുണ്ടായേക്കില്ല. നിർണായകപരമായ 8 മണി 9 മണി സമയം കൂടി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ രാവിലെയുള്ള വീഡിയോ കൂടി നിങ്ങൾ കാണേണ്ടി വരും. എങ്കിലേ നിങ്ങൾക്ക് നാളത്തെ സ്വർണ്ണവിലയെക്കുറിച്ച് ഉറപ്പിച്ച് പറയാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ഉറപ്പിച്ചുള്ള അറിവ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതിന് പ്രധാനമായും കാരണം ഇന്ന് സ്വർണ്ണവിലയിൽ ഇപ്പോൾ ഒരു തകർന്ന അവസ്ഥയിൽ ആണെങ്കിലും ഇന്ന് സ്വർണ്ണവില പ്രഖ്യാപിച്ചപ്പോൾ ഉള്ള വിലയേക്കാളും അല്പം ഉയർന്ന നിലയിലും ആണ്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് എനിക്കറിയാം. അതിനെതിരെ കമൻ്റ് ഇടണ്ട ഇങ്ങനെ പറയുന്നതിന്. അത് ചില ടേമുകളും ചില എന്താ പറയുക, അതൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായില്ല എന്ന് വരാം. അത് കരുതി ഇന്ത്യൻ റിയലിനെ ക്രൂശിക്കണ്ട. അതുകൊണ്ട് എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നാളെ ഇതുവരെയുള്ള സ്റ്റേജ് വെച്ചിട്ടാണ് പറയുന്നത് ഇന്ത്യൻ റിയൽ. സാധാരണഗതിയിൽ ഇന്ത്യൻ റിയൽ എന്ത് പറയാറുണ്ട്, അടിച്ചാക്ഷേപിച്ച് പറയലുണ്ട് നാളെ സ്വർണ്ണവില കൂടും എന്നുള്ളത്. പിന്നെ ഞാൻ രാവിലെ പറയാൻ വേണ്ടി നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര കൂടും അല്ലെങ്കിൽ എത്ര രൂപ കൂടും എന്ന് ഒന്നും കൂടി കൃത്യമായി പറയാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കാറ്. അങ്ങനെ എന്താണ് ഇത്ര കൂടും അല്ലെങ്കിൽ നാളെ എന്തായാലും കൂടും, നാളെ എന്തായാലും കുറയും എന്ന് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥ ഇന്ന് സ്വർണത്തിന് ഉണ്ടായിട്ടേ ഇല്ല. കുറഞ്ഞ് എന്ന് പറയാനും വയ്യാത്തൊരു ലെവല്, അതായത് വിലയിൽ മാറ്റം ഇന്നും ഉണ്ടായിട്ട് തീരെയില്ല. ഒരു ദിവസത്തിൻ്റെ ത്രൂ ഔട്ട് ദ ഡേ എവിടെ പോലും ഒരു വലിയ തകർച്ചയോ ഒരു വലിയ ഉയർച്ചയോ ഒന്നും ഉണ്ടായിട്ടില്ല. ആ സ്റ്റേബിൾ ഫോം കീപ്പ് ചെയ്തേ പോയിരിക്കുകയാണ് സ്വർണം. അപ്പോൾ ഇനി നാളെ രാവിലെ ഏതെങ്കിലും ദിശയിലേക്ക് ചെറുതായിട്ട്, അല്ലെങ്കിൽ ഇന്ന് രാത്രി സമയമുണ്ടല്ലോ, നമ്മൾ ഉറങ്ങുന്ന സമയത്തൊക്കെ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റിലൂടെ നിങ്ങൾ ചോദിക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, സ്വർണ്ണവില കൂടുന്ന സമയമാണ്. ആരും ധൃതി പിടിച്ച് സ്വർണം വിൽക്കണ്ട. കാരണം തുടർച്ചയായിട്ട് കൂടിയിട്ടും സ്വർണ്ണവില കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴ്ന്നു പോയിട്ടില്ല. അടുത്ത ആഴ്ച ക്രിസ്മസ് കൂടി വരുന്ന ആഴ്ചയായിരിക്കും. അതിൻ്റെ തൊട്ടടുത്തൊക്കെ സ്വർണ്ണവില കൂടാൻ നല്ല സാധ്യതയുണ്ട്. അത് എല്ലാവരും മനസ്സിലാക്കുക. അത് ഒരു ഊഹത്തിൽ പറയുന്നതാണ് കേട്ടോ, അല്ലാതെ വസ്തുതകളൊന്നും കിട്ടിയിട്ടില്ല. എങ്കിലും ഒരു അഭിപ്രായം എന്ന നിലക്ക് മറ്റുള്ള വിദഗ്ധർ പറഞ്ഞ അഭിപ്രായത്തെ കൂടി കോട്ട് ചെയ്തുകൊണ്ട് പറയുകയാണ്, വില കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരും ധൃതിപ്പെട്ട് വിൽക്കണ്ട. ഇനി ഈ അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ മറികടന്ന് സ്വർണ്ണവില കൂടിയിട്ടില്ല എന്ന് തന്നെ കരുതൂ, അടുത്ത ആഴ്ച അല്ലെങ്കിൽ പിറ്റത്തെ ആഴ്ച കൂടും. മനസ്സിലായില്ലേ? ഒരു കൂടുന്ന ഒരു ട്രെൻഡാണ് ഇപ്പോൾ ഉള്ളത്. അതാരും വലിയ രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. പക്ഷേ സത്യം അതാണ്, ഒരു കൂടുന്ന ഒരു ട്രെൻഡ് വരുന്നുണ്ട്. ഇന്ന് കണ്ടില്ലേ, കുറയാൻ
കഴിഞ്ഞിട്ടില്ല സ്വർണത്തിന്. ഒരുപാട് ആ ഗ്രാഫ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അത് താഴാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ സ്വർണം എന്ന് പറയുന്നതിൻ്റെ ഡിമാൻഡ് അതിനെ ഒരു മാനിപ്പുലേഷനും തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഇങ്ങനെയാണ്. ഇനി നാളെ സ്വർണ്ണവിലയിൽ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ എന്താ പറയുക, മാർക്കറ്റ് ക്ലോസ് ചെയ്യും. ഇന്ന് വെള്ളിയാഴ്ചയല്ല, ഇന്ന് രാത്രിയോടെ വിപണി അടക്കും. അതുകൂടി കണക്കിലെടുക്കണം നമ്മൾ. നാളെ വിലയിൽ മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് പറയാൻ കാരണം അത് ഇന്ത്യയിൽ ഇപ്പോഴാണ് ഓർത്ത് വന്നത്. അതായത് രാവിലെ പറയുന്നത് വലിയ പ്രസക്തിയൊന്നുമില്ല. ഒരു പുലർച്ചെ സമയത്ത് തന്നെ ഈ മാർക്കറ്റ് അടക്കും. ഒരു 3:30 തന്നെ നമുക്കൊരു വിധം റിസൾട്ട് കിട്ടും നാളെ വിലയിൽ മാറ്റം വരുമോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ അത്രയും വെയിറ്റ് ചെയ്യണ്ട. അപ്പോൾ ഇത്രയും സമയമായിട്ടും വിലയിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാത്തതുകൊണ്ട് നാളെ നമുക്ക് വിലയിൽ മാറ്റം ഉണ്ടാവില്ല എന്ന് പറയാം. എങ്കിലും നിങ്ങൾ ആ രാവിലത്തെ വീഡിയോ കാണണം. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറയാനൊക്കെ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു.